കൊച്ചി പച്ചാളത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. മദ്യപാനത്തിനിടെ ആൽജൂഡ് എന്ന യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു. പച്ചാളം സ്വദേശി ഷിനോജിന്റെ വീടിന്റെ ടെറസിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലാൽകൃഷ്ണ വിവരങ്ങൾ ചെയ്യുന്നു. ലാൽ, തലക്കടിച്ച് കൊലപ്പെടുത്താനിടയായ സാഹചര്യം എന്ത് എന്നാണ് പോലീസ് പറയുന്നത്? എന്താണ് പ്രകോപനം? ഹാഷ്മി, ഒരു തിരുത്ത് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണ്. ഈ കൊലപാതകം നടത്തിയ പ്രതിയുടെ പേര് സിനോഷ് എന്നാണ്. നമ്മൾ നേരത്തെ സിനോജ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് സിനോഷ് എന്നാണ് കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതാണ് സംഭവം നടന്ന വീട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ശാരദ നിവാസ് എന്ന് പറയുന്ന ഈ വീട്ടിലാണ് സംഭവം നടന്നത്. ഇതിന്റെ താഴത്തെ നിലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഈ ടെറസിന് മുകളിലാണ് കൊലപാതകം നടന്നത്. നിത്യേന മദ്യപിക്കാൻ എന്നോണം ഇവരിവിടെ എത്താറുണ്ടായിരുന്നു. ഇവിടെ സിനോഷും സംഘവും ഒത്തുചേരുന്ന ഒരു ഇടം കൂടിയാണ്. മദ്യപിക്കുക മാത്രമല്ല, അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് പാചകം ചെയ്യുകയും മദ്യപാനത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവിടെ നിന്ന് പാചകം ചെയ്ത് കഴിക്കുകയെല്ലാം ചെയ്തിരുന്നു. സ്ഥിരമായിട്ട് എത്തിയിരുന്ന ഒരാളാണ്. മരിച്ച ആൽജൂഡ് കഞ്ചാവ് അടക്കമുള്ള ലഹരി വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയാണ് എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇതുപോലെ പതിവ് പോലെ മദ്യപിക്കാൻ വേണ്ടി ഇവരെത്തിയതാണ്. മദ്യപാനത്തിനിടയിൽ ഇരുവരും തമ്മിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ, വാക്കുതർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ഫ്രൈയിങ് പാൻ എടുത്തുകൊണ്ട് ഈ ആൽജൂഡിന്റെ തലയുടെ പിന്നിലേക്ക് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. തലയുടെ പിന്നിലേറ്റ അടിയുടെ ആഘാതത്തിൽ അപ്പോൾ തന്നെ ആൽജൂഡ് മരിച്ചു പോവുകയായിരുന്നു. മൃതദേഹം ഇപ്പോഴും ഇതിന്റെ മുകളിൽ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ടിരിക്കുകയാണ്. ഈ കൊലപാതക ശേഷവും സിനൂഷ് ഇവിടെ നിന്ന് പോയിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഹരിയുടെ പുറത്ത് സിനൂഷ് ഇവിടെ തന്നെയായിരുന്നു. തൊട്ട് താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് സമീപവാസികൾ വിവരമറിയിക്കുന്നത്. തൊട്ടു പിന്നാലെ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ പോലീസ് എത്തിയ സമയത്താണ് മൃതദേഹം അടക്കമുള്ള കാര്യങ്ങൾ കാണുന്നത്. സിനൂഷിനെ അവിടെ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവ്യക്തമായ കാര്യങ്ങളാണ് നിലവിൽ സിനൂഷ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനൂഷിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തർക്കമുണ്ടായി എന്നുള്ള കാര്യവും തലയ്ക്ക് അടിച്ച കാര്യവും സിനൂഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ സിനൂഷിന് സാധിക്കുന്നില്ല. അയാൾ ഇപ്പോഴും ലഹരിയിൽ നിന്ന് മുക്തനായിട്ടില്ല എന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അയാൾക്ക് പൂർണ്ണമായി ബോധം വന്നതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ സംഭവത്തിൽ സിനൂഷിനും ആൽജൂഡിനുമൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ മൂന്നാമൻ ആരാണ് എന്നത് കേന്ദ്രീകരിച്ചുകൊണ്ടും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണെങ്കിലും സ്ഥിരമായി ലഹരിയുടെ ഉപയോഗം നടന്നുകൊണ്ടിരുന്ന ഒരു ഇടമാണ് ഇത് എന്ന കാര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. നാട്ടുകാരുടെ മൊഴിയും ഇത് സാധൂകരിക്കുന്നതാണ്. നിത്യേന എന്നോണം മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗവും ഇതിന് മുകളിൽ നടന്നിരുന്നതാണ്. അത്തരത്തിൽ മദ്യപാനം നടന്ന് ഇതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു തർക്കം, ഇരുവരും തമ്മിലുള്ള തർക്കമാണ്. സിനൂഷിന് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായിട്ട് നിലവിൽ പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മറ്റ് കേസുകളോ മറ്റു കാര്യങ്ങളോ അയാളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കൊല്ലപ്പെട്ട ആൽജൂഡിന്റെ പേരിൽ ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം തുടങ്ങിയ കേസുകളെല്ലാം നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനത്തിൽ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഇത് സിനൂഷിന്റെ തന്നെ വീടാണ്. സിനൂഷ് ഈ വീട് വാടകയ്ക്ക് കൊടുത്ത ശേഷം ഇതിന്റെ വാടക അടക്കമുള്ള കാര്യങ്ങൾ പൈസ കൊണ്ടാണ് ഉപജീവനം നടത്തുന്നത്. നേരത്തെ മരിച്ചു എന്ന് പറയുന്ന ആൽജൂഡിന് സ്വന്തമായി വീടും മറ്റു കാര്യങ്ങളും ഉള്ളതായിട്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇവിടെയുള്ള പല സ്ഥാപനങ്ങളുടെയും മുന്നിലും പിന്നിലൊക്കെ ആയിട്ട്, വഴിയരികിലൊക്കെ ആയിട്ടാണ് അയാൾ കിടന്നുറങ്ങിയിരുന്നതും. മിക്കവാറും മദ്യപിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും മദ്യപിച്ച ശേഷം ഈ ടെറസിൽ തന്നെ കിടന്നുറങ്ങാറുണ്ട് എന്ന കാര്യമെല്ലാം സമീപവാസികളും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലെത്തിയ സമയത്തുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ACP അടക്കമുള്ള എന്താണ് പറയുന്നത്? ആ സമയത്ത് എന്തെങ്കിലും ബഹളം കേട്ടിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും കരച്ചിലോ മറ്റോ കേട്ടിരുന്നോ, അങ്ങനെ നാട്ടുകാരെന്തെങ്കിലും പറയുന്നുണ്ടോ? കൊലപാതകം എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുകയാണോ ലാൽ? അത് തീർച്ചയായിട്ടും കൊലപാതകം നടന്നു എന്ന കാര്യം ഇപ്പോൾ സിനൂഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇന്നലെ മദ്യപിക്കുന്നതിനിടയിൽ തർക്കം ഉണ്ടായി. തർക്കം പതിവാണ്. പക്ഷേ ഇന്നലെ തർക്കമുണ്ടായ സമയത്ത് തൻ്റെ കയ്യിൽ കിട്ടിയ ഫ്രൈയിങ് പാൻ, ആ പാൻ ഉപയോഗിച്ചുകൊണ്ട് സിനൂഷിനെ മർദ്ദിച്ചു എന്ന കാര്യം അയാൾ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഏത് കാര്യത്തിനാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് കൃത്യമായൊരു മറുപടി പറയാൻ അയാളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് എന്തിനാണ് എന്നത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഒരു ലഹരി വിൽപ്പനക്കാരൻ, ലഹരി ഉപയോഗിക്കുന്ന, നിത്യേന എന്നോണം ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിയുടെ പുറത്തുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനമോ മറ്റു കാര്യങ്ങളാണോ എന്ന കാര്യങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.